ശ്രീ റോണി കെ ബേബി, നോക്കൂ, കോൺഗ്രസിൻ്റെ ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനപരമായ പരാജയത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു ക്രിയാത്മക പ്രതിപക്ഷം പോലും ആകാനാകുന്നില്ല എന്നുള്ളതാണ്. ഭരണപക്ഷത്തിൻ്റെ നേട്ടങ്ങൾ നാടിന് മുഴുവൻ ഒരു നേട്ടമായി എത്തുകയും അതിൻ്റെ ഇപ്പോഴത്തെ ഗുണഫലം ഒരു ഓഡിറ്റിംഗ് പോലെ പറയുകയും ചെയ്യുന്നത് പോലും സഹിക്കാനാകാതെ കോൺഗ്രസ് ആഭ്യന്തരമായി ദുർബലമാകുന്നു. ഒന്നതാണ്. രണ്ട്, കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പല വിധത്തിലുമുള്ള വൈരുദ്ധ്യങ്ങൾ ചമയ്ക്കുകയാണ്. അതിലേക്ക് ഞാൻ എത്താം. നോക്കൂ, 236 ദിവസമായിരുന്നു എല്ലാം ശരിയായാൽ ഒരു വ്യവസായത്തിന് വേണ്ടത് കേരളത്തിൽ പണ്ട്. അത് ഇന്ത്യയിൽ 114. പക്ഷേ കേരളത്തിൽ ഇപ്പോഴത് മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാകുന്നു. മിനിറ്റുകൾ കൊണ്ട് അതിന് അനുമതി ലഭിക്കുകയാണ്. അതായത് ഈ അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ അനുഭവം. അദ്ദേഹം CPM-കാരനോ കമ്മ്യൂണിസ്റ്റുകാരോ അല്ല. ഈ ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് ഏകജാലക സംവിധാനം പ്രകാരം അപേക്ഷിച്ചപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ KSEB അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ആ സ്പോട്ടിലെത്തുകയാണ്. ബാക്കിയുള്ള തടസ്സങ്ങൾ പിന്നീട് നീക്കി ആ വ്യവസായത്തിന് ആ നിക്ഷേപം സാധ്യമാക്കുന്നതിന് അതൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്തം പോലെ പിന്നീട് ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹോംവർക്കോട് കൂടിയുള്ള ഒരു പഠനവും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമാണ് ഇത്തരത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യവസായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തത്. ഇതൊക്കെയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, ആഗോള ഏജൻസിയും ദേശീയ ഏജൻസിയുടെയും കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശശി തരൂർ പറഞ്ഞത്. അതിനോടാണ് ഇന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഏതർത്ഥത്തിൽ? ശശി തരൂരിനെ തള്ളാതെ. VD സതീശൻ ഇന്ന് പ്രതികരിക്കാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോകേണ്ടി വന്ന സാഹചര്യം. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആത്മപരിശോധന നടത്തുന്നുണ്ടോ കോൺഗ്രസ്? ഈ കേരളം ഗുണപരമായി എപ്പോൾ മാറി, എന്ന് മാറി എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാം. ഏതൊക്കെയാലും ഞാൻ ഇപ്പോൾ ഈ 2 മിനിറ്റിനകം ഒരു വ്യവസായം തുടങ്ങും എന്നൊക്കെയാണല്ലോ ഇപ്പോൾ ഇവിടെ അവകാശപ്പെടുന്നത്. മറ്റുള്ള എല്ലാം ശരിയായാൽ, എല്ലാം സാധ്യമായാൽ. അതെ, ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 1.5 വർഷം പോലും ആയിട്ടില്ലല്ലോ നമ്മുടെ ആന്തൂരിലെ സാജൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അക്കാര്യമൊക്കെ ശശി തരൂര് ഇന്ന് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂരിനെ ഇപ്പൊ നമ്മൾ ഒരുപാട് ശശി തരൂരിനെ പൊക്കി പറയുമ്പോഴും ശശി തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കർഷക ആത്മഹത്യകൾ പെരുകുമ്പോഴും ഇന്നും വ്യവസായികൾ ആത്മഹത്യ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്ന് തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ അനിൽകുമാർ പറയുന്നു, പിന്നെ കേരളം ഒരുപാട് ചിന്താധാരയിലും ചിന്താ പദ്ധതിയിലും ചിന്തകളിലും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നു. കാരണം 2005 ഇപ്പോൾ ബഹുമാനപ്പെട്ട അനിൽകുമാർ പറഞ്ഞല്ലോ, ഈ ഫെബ്രുവരി മാസം അവസാനം അദ്ദേഹം അത് മലയാളത്തിലാണ് പറഞ്ഞത്, ആഗോള നിക്ഷേപ സംഗമം വരാൻ പോകുന്നു. 2005 ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആണ് കൊണ്ടുവന്നത്. അത് ഒന്ന് ഇംഗ്ലീഷിലും മറ്റേത് മലയാളത്തിലാണെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഈ കേരളത്തിൽ ഇത് 2005 കൊണ്ടുവന്നപ്പോൾ അന്ന് ഈ CPM എത്രയോ വലിയ എതിർപ്പാണ് അതിനെതിരെ അവിടെ ഉയർത്തിയത്. ചോദിക്കാം, അത് KL കുമാർ തന്നെ അത് സൂചിപ്പിച്ചു. അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കാരണം ഈ ഒരു വർഗ സമരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്രം സ്വാഭാവികമായും മൂലധന ശക്തികളെ എതിർക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. മൂലധന ശക്തികൾ കൊണ്ട് ആത്യന്തികമായി ഒരു സാമൂഹിക തൊഴിലാളി വർഗം നേട്ടം ഉണ്ടാക്കാനാകില്ല എന്നൊക്കെയുള്ള സിദ്ധാന്തം. പക്ഷേ ലോകം ഇന്ന് മുഴുവൻ മൂലധന ശക്തികൾക്ക് അനുസൃതമായി നീങ്ങുന്നു, മൂലധന നിക്ഷേപാധിഷ്ഠിതമായി നീങ്ങുന്നു. ഇന്ത്യയും അതെ. അവിടെ എങ്ങനെയാണ് പിന്നീട് വ്യവസായങ്ങളും അല്ലെങ്കിൽ ഇത്തരം സാധ്യതകളും ഉണർത്താനാകുന്നത്? ക്യാപിറ്റലിസത്തിൻ്റെ നന്മ തന്നെ ഉപയോഗിച്ച്, ഉള്ള നന്മയെ ഉപയോഗിച്ച് എങ്ങനെ തൊഴിലാളി പക്ഷത്തിന് അനുകൂലമാക്കുന്ന ഒരു സിദ്ധാന്തമായിരിക്കും. ഇങ്ങനെ ഒരു പഠനവും നിരീക്ഷണവുമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ തുടങ്ങിയതും അത് വിജയിക്കുന്നതിലേക്കും പോയത്. അത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അത്തരം മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പരിഷ്കരിച്ച് പോകുന്ന ഒരു സിദ്ധാന്തമാണ് അവരുടെ എന്നതുകൊണ്ട് കൂടി പ്രത്യേകതയാണത്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണം കേരളത്തിൽ നടത്തി വിജയിച്ചു എന്നതാണ്. ആ വിജയത്തിൻ്റെ ഫലമാണ് ശശി തരൂരിന് കാണാനായത്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ശശി തരൂരിന് കാണാനായത്. അതെന്തുകൊണ്ട് VD സതീശനും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വങ്ങൾക്കും കാണാനാകുന്നില്ല എന്ന ചോദ്യമുണ്ട്. ഒന്ന്. രണ്ട്, ഇന്ന് ശശി തരൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, KPCC ജനറൽ സെക്രട്ടറിയും KPCC പ്രസിഡൻ്റാണല്ലോ നിങ്ങൾക്ക് പവർഫുൾ. ആ KPCC പ്രസിഡൻ്റ് അടക്കമുള്ളവർ പറഞ്ഞു അഭിപ്രായം രേഖപ്പെടുത്താമെന്ന്. പക്ഷേ MM ഹസൻ പറയുന്നത് ആ വർക്കിംഗ് കമ്മിറ്റി പോലുള്ള വിശുദ്ധ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് മാത്രമേ ശശി തരൂരിന് അത്തരത്തിലൊരു അഭിപ്രായം പറയാനാകുന്നു എന്നുള്ളതാണ്. ഞാൻ റോണി കെ ബേബിയോട് ചോദിക്കുന്നു, കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? കോൺഗ്രസിന് വ്യക്തതയോടുകൂടി ഈ വിഷയത്തിലൊരു നിലപാടുണ്ടോ?
അതെന്താണ് ഈ വിഷയത്തില് സ്പെസിഫൈ വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ആദ്യം തൊട്ട് തന്നെ ഞങ്ങൾ നിലപാട്, ഞങ്ങൾ അതിന്റെ അകത്ത് ഒരു വ്യക്തത കുറവോ ഒരു ക്ലാരിറ്റി കുറവോ ഒരു നിലപാടിൽ ഒരു വ്യതിമാനമോ ഞങ്ങൾ വരുത്തിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ആദ്യം തൊട്ട് ഉന്നയിക്കുന്ന വിഷയം എന്താണെന്നറിയോ? അത് ബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂരിന്റെ ലേഖനം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ മന്ത്രി ഒരു കണക്ക് പറഞ്ഞു. 3 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ ഒറ്റയടിക്ക് കേരളത്തിൽ തുടങ്ങി. ഞങ്ങൾ അതിന്റെ പൊള്ളത്തരമാണ് ഞങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇപ്പോൾ തന്നെ ഞാൻ പറയാം. അതിന് കാരണം എന്ന് പറയുന്നത് 2020 കേന്ദ്ര സർക്കാർ ഒരു പുതിയ സ്കീം കൊണ്ടിരുന്നു, പുതിയൊരു വെബ്സൈറ്റ് ഉദ്യം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി കൊണ്ടിരുന്നു. ആ ഉദ്യം പദ്ധതിയിൽ കേരളത്തിലുള്ള എല്ലാ ചെറുകിട വ്യവസായ യൂണിറ്റുകളും വ്യവസായ സംരംഭങ്ങളും ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റും തുണിക്കടകളും സ്വർണ്ണക്കടകളും എല്ലാം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് അതിന്റെ ലോണ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ അവർക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് 2020 മുമ്പ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം 13,695. അത് 2020-21 ഈ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആക്കിയപ്പോൾ പെട്ടെന്ന് എന്തായി? 1,39,839. ഇപ്പോൾ അത് 2,90,000. ആ കണക്കിനെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ മന്ത്രി 3 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി. അപ്പോൾ അതിന്റെ പൊള്ളത്തരം മാത്രമാണ്. ഇന്ന് അത് ശശി തരൂർ ശരിവച്ചിട്ടുണ്ട്. ശശി തരൂർ ഇന്ന് പറഞ്ഞ എന്താ? അദ്ദേഹം ഈ കണക്കുകളിൽ ഒന്നും പറയുകയില്ല. അദ്ദേഹം പറയുന്നത് എന്താ? ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം റിപ്പോർട്ട്, അതിനെ ഞങ്ങൾ നിരാകരിക്കുന്നില്ലെന്നേ. ഞങ്ങൾ ഇവിടുത്തെയുള്ള വസ്തുതകളെ തന്നെ അംഗീകരിക്കുന്നു. 2016 ഇന്ത്യ പോലും സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പാണ് ഉമ്മൻചാണ്ടി. അല്ല, താങ്കൾ പറഞ്ഞതിൽ വസ്തുതാപരമായ പിശകുണ്ട്, ഞാനത് ചൂണ്ടിക്കാണിക്കാം. ശ്രീ കെ അനിൽകുമാർ, എന്താണ് താങ്കൾ കൈ ഉയർത്തിയത്? വസ്തുതാപരമായ പിശകെന്ന് പറയുന്നത്, നിങ്ങളൊരു ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെ പേരും ലൈസൻസും ഉണ്ട്. അത് ഉള്ള വിവരം ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നതും പുതിയ ലൈസൻസ് എടുക്കുന്നത് രണ്ടും രണ്ടല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ സംരംഭക വർഷം പദ്ധതി ആരംഭിച്ച ശേഷം പുതുതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലൈസൻസ് എടുത്ത സ്ഥാപനങ്ങളുടെ എണ്ണമാണ് 1,39,000. ഞാൻ ചലഞ്ച് ചെയ്യാണ്, മറ്റൊരു വസ്തുത കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. 1,39,000 എന്ന് പറയുന്നത് സംരംഭക വർഷം പദ്ധതിയിൽ പുതുതായി ലൈസൻസ് എടുത്ത സ്ഥാപനങ്ങളാണ്, പഴയ ലൈസൻസ് അല്ല. പഴയ ലൈസൻസ് ഉള്ളവർ നിങ്ങളൊരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയ ലൈസൻസാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ടാണ്. എന്താണ് നടക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു ചർച്ച വന്നിരുന്നിട്ട് വസ്തുതാവിരുദ്ധമായി കേരളത്തെ അപമാനിക്കാൻ ഇങ്ങനെ പറയരുത്. 2, നിങ്ങൾ ആന്തൂരിലെ ഒരു സാധൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമതൊരു പേര് പറയാമോ? നിങ്ങൾക്ക് കർണാടകത്തിലെ ഗവൺമെൻറ് കണക്ക് ഞാൻ പറയാം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണ്. 2022 ആത്മഹത്യ ചെയ്ത നിക്ഷേപകരുടെ എണ്ണം 2,538. ഇന്ത്യയിലെ ആകെ വ്യവസായ രംഗത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൻ്റെ 20.35% കർണാടകത്തിലാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഞാൻ അവരുടെ ഓരോരുത്തരുടെ പേര് പറയണോ? ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി ഒരു സാധനം മരിച്ചതോടുകൂടി കേരളത്തിലെ വ്യവസായം എല്ലാം പോയതാണോ? അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഇതൊന്നും പറയണ്ട. നിങ്ങൾ ബഹുമാനപ്പെട്ട യൂസഫ് അലി ആവട്ടെ, ശ്രീ പട്ടാഭി സീതാരാമനാവട്ടെ, ഇവരൊക്കെ തന്നെ എന്താണ് സാക്ഷ്യം പറയുന്നത്? അവർ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട ശശി തരൂർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, വസ്തുതകളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. നിങ്ങൾ വസ്തുതകൾ അംഗീകരിക്കുന്നുണ്ടോ? 1-ാം സ്ഥാനത്താണ് കേരളം നിക്ഷേപ സൗഹൃദത്തിൽ. സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോഴത്തെ റാങ്കിങ് ആണ്. നിങ്ങൾ ആ റാങ്കിങ്ങിനെ അംഗീകരിക്കുന്നുണ്ടോ, തള്ളിക്കളയുന്നുണ്ടോ? ഇതാണ് കോൺഗ്രസ് പറയേണ്ടത്. 2, സ്റ്റാർട്ടപ്പിൻ്റെ ഇന്നത്തെ ലോക സാമ്പത്തിക ഘടന വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ആഗോളതലത്തുള്ളതിൻ്റെ 3 ഇരട്ടിയാണ് എന്ന് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ? 3. മൂന്നാമത്തെ കാര്യം, 2 മിനിറ്റിൽ ഒരു വ്യവസായം തുടങ്ങാൻ കഴിയും എന്ന് ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഏകജാലക സംവിധാനം കളവാണ് എന്ന് നിങ്ങൾക്ക് വെല്ലുവിളിയുണ്ടെങ്കിൽ മറുപടിയായിട്ട് ആളെ കൊണ്ടുവരാം, ആളെ ഹാജരാക്കാം. ഞങ്ങൾ ആളെ ഹാജരാക്കാം, അനുഭവസ്ഥരെ ഹാജരാക്കാം. നമുക്കങ്ങനെ സംവാദമാകാം. അല്ലാതെ ശശി തരൂരും സതീശനും തമ്മിലുള്ള തർക്കമോ സുധാകരനും KC വേണുഗോപാലും തമ്മിലുള്ള തർക്കമോ നിങ്ങൾ KPCC ഓഫീസിൽ തീർത്തോ. കേരളത്തെ വെച്ച് കോൺഗ്രസ് ഈ പണി കാണിക്കരുത്. ഇത് കേരളത്തിൻ്റെ ഭാവി ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്. ഇവിടെ ജീവിക്കാൻ വ്യവസായ മന്ത്രിയുടെ പി രാജീവിന്റെ
ശ്രീ പി രാജീവിൻ്റെ പുതിയ പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾ ഒരു ബേക്കറി തുടങ്ങിയാൽ അതിനെ സംരംഭമായി കൂട്ടരുത് എന്ന് എല്ലാം പഠിച്ചു മാത്രം പറയുന്ന ചിലർ ഇന്ന് രാവിലെ പറയുന്നത് കേട്ടു. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ MSME നിർവചനം വായിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടാത്തത് കൊണ്ടാകും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. എന്തായാലും സംരംഭക വർഷം പദ്ധതികളിലൂടെ കേരളത്തിൽ ആരംഭിച്ച സംരംഭങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ പബ്ലിക്കിന് ലഭ്യമാണ്. ഇത്തരമൊരു വലിയ പദ്ധതിയെക്കുറിച്ച് ഇൻഡോർ IIM നടത്തിയ പഠനവും കേരളത്തിനാകെ അഭിമാനകരമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ പദ്ധതിക്കാണ് രാജ്യത്തെ MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസ് അംഗീകാരം ലഭിച്ചതും അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ നോവൽ ഇന്നൊവേഷൻ ഇൻ പബ്ലിക് സെക്ടർ അംഗീകാരം ലഭിച്ചതും. ഇങ്ങനെ വസ്തുതകളാണുള്ളത്. ഈ ഡാറ്റകൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ശശി തരൂരിനെ സംബന്ധിച്ച് പോലും അത് വിസ്മരിക്കാനാകില്ല. ഇവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൂടുതൽ പ്രസക്തമാകുന്നത്. റോണി കെ ബേബി, നിങ്ങൾ LDFനെയും CPIMനെയും രാഷ്ട്രീയമായി എതിർത്തുള്ളൂ, അത് നിങ്ങളുടെ കടമയാണ്, എതിർത്തുള്ളൂ. പക്ഷേ നാടിൻ്റെ പൊതുനന്മയെ, പൊതുനേട്ടത്തെ എതിർക്കുന്നത് എന്തിന് നാടിനെ എതിർക്കുന്നു എന്ന ചോദ്യമാണ് അവിടെ ബാക്കി വന്നത്. വളരെ ഷാർപ്പാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്.